6 വർഷം ശ്യാമ പിന്നെ എന്തിനാ ഈ രഹസ്യം ആമത്താഴിട്ട് പൂട്ടിയത്? ആ പിന്നെ ശ്യാമേ, പണം സംഘടിപ്പിച്ചിട്ട് ഈ നമ്പറിലേക്ക് നാളെ രാവിലെ വിളിക്കണം. സ്ഥലവും സന്ദർഭവും ഞാൻ പറയാം. നമുക്ക് അവിടെ വെച്ച് പണം കൈമാറാം. ഈ നമ്പർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുവേ. ആ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ റിസ്ക് എടുക്കാനൊന്നും നിൽക്കണ്ട. രാവിലെ വിളിക്കാനും മറക്കണ്ട. വഴിപിഴച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ സത്യഭാമയും രോഹിത്തും അങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ 9 മാസവും 9 ദിവസവും ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടന്ന് പ്രസവിച്ചവളാണ് നീ. ആ കുഞ്ഞാണ് പപ്പി. പക്ഷേ അത് രോഹിത്തിന്റെ കുഞ്ഞല്ലതാനും. കുഞ്ഞിനൊരച്ഛൻ വേണമല്ലോ ശ്യാമേ. അവരതിനെ തെരഞ്ഞു തുടങ്ങും. 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പപ്പിമോൻ എൻ്റെ കുഞ്ഞല്ലാന്ന് പുറത്തറിയും. പിന്നെ ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നത്? സ്വന്തം മോളാണെന്ന് കരുതി സ്നേഹിക്കുന്ന പപ്പിമോൾ വിഷ്ണുവേട്ടൻ്റെയും കുഞ്ഞേച്ചിയുടെയും കുഞ്ഞെന്ന് പറഞ്ഞാൽ രോഹിത് സഹിക്കുമോ? ഒരിക്കലും ഇല്ല. ഈശ്വര, ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? നീ എന്തെടുക്കായിരുന്നു ശ്യാമേ? ചോദിച്ച കേട്ടില്ലേ, എന്ത് കള്ളത്തരം കാണിക്കായിരുന്നു? കള്ളത്തരോ? രോഹിത് എന്താ ഈ ചോദിക്കുന്നത്? ഞാൻ എന്റെ ബാഗ് നോക്കുന്ന എങ്ങനെയാ കള്ളത്തരാകുന്നത്? ആ ബാഗിലെന്താ കാണിച്ചേ?
ഇങ്ങ് കാണിക്കേ. ചോദിക്കുന്ന കേട്ടാ തോന്നൂല്ലോ ഈ ബാഗിലോ അലമാരയിലോ രോഗത്തിന്റെ എന്തോ വില പിടിച്ച സാധനങ്ങൾ ഇരിക്കുവാണെന്ന്. എന്റെ മോളുടെ അല്ലാത്ത എന്തേലും ഉണ്ടോ ഇതിനകത്ത്? ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഇത് പരിശോധിച്ചോ. എന്ത് ബോംബാന്നറിയാലോ. പരിശോധിക്കണ്ടേ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നീ അതവിടെ വെച്ചിട്ട് വന്നിട്ട് ഉറങ്ങാൻ നോക്ക്. അത് പെട്ടെന്ന് ഉറക്കം തെളിച്ചപ്പോ ഞാൻ അറിയാതെ ഞെട്ടി. ഏതോ കള്ളന്മാർ അലമാര തുറക്കുകയാണെന്ന് വിചാരിച്ചു. ഞാനാണെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ? അല്ല, ആദ്യത്തെ ഹാങ് ഓവർ മാറാൻ കുറച്ച് ടൈം എടുത്തു. അതാ. ഇറ്റ്സ് ഓക്കെ, വന്ന് കിടക്കാൻ നോക്ക് നീ. സ്പീഡ് കുറയ്ക്കണം മോളെ. എന്തിന്? അല്ല, ഫയല് നോക്കുകയാണെങ്കിൽ സ്പീഡ് കുറച്ചേക്കാം. വേണ്ട, ഇന്ന് കുറച്ച് അത്യാവശ്യങ്ങളുള്ളതാ. ഈ ഫയൽ നോട്ടം അത്ര നല്ലതല്ല, കണ്ണു പോവും കേട്ടോ മോളെ. നാടിനും നാട്ടുകാർക്കും വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ആളാ കളക്ടർ. കാഴ്ച ഇത്തിരി കുറയുമെന്ന് പറഞ്ഞ് ഫയല് നോക്കാതിരിക്കുന്നത് ശരിയാണോ? ജനങ്ങളുടെ എത്രയോ നീറുന്ന പ്രശ്നങ്ങള് ചുവപ്പ് നാടയിൽ കുരുങ്ങി എന്റെ മുന്നിൽ എത്തുന്നത്. അറിയാത്ത ആളാണോ രാമേട്ടൻ? ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുമെന്ന. ആരോഗ്യം കളഞ്ഞ പിന്നെന്ത് കാര്യം? ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ എനിക്കുണ്ട് രാമേട്ട. അത്ര പെട്ടെന്നൊന്നും ഈ ആരോഗ്യം ക്ഷയിക്കില്ല. മോളുടെ ഇഷ്ടം പോലെ ചെയ്താട്ടെ. എന്തായാലും ആ നാവിനോട് വാദിച്ച് ജയിക്കാനൊന്നും ഞാനില്ല. അതെ, ഇത് കുറെ നേരമായല്ലോ. നിങ്ങൾ ആഭരണം പണയത്തിനെടുക്കുന്നോ അതോ സ്വർണം ഒരച്ചെടുക്കുന്നോ? ഒന്നും രണ്ടും അല്ല, 10 ലക്ഷം രൂപയ്ക്കുള്ള ആഭരണമുള്ളതല്ലേ. ഓരോന്നും പരിശോധിച്ച് ബോധ്യപ്പെട്ടാലേ പണം തരാൻ പറ്റൂ. ഇത്രയും നേരമായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് ബോധ്യപ്പെട്ടില്ലേ? പെട്ടെന്ന് ബോധ്യപ്പെടാൻ ബുദ്ധിമുട്ടാ വച്ചേ. കൊച്ചിൻ്റെ ഈ സ്വർണത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്, കൊച്ചി നാട്ടുകാരിയല്ല, ഞങ്ങൾക്കാർക്കും പരിചയവും ഇല്ല. കൊള്ളയോ കൊലയോ മറ്റോ നടത്തി സ്വരുക്കൂട്ടിയ മുതലാണെങ്കിൽ ഞങ്ങളുടെ പണം പോകുമെന്ന് മാത്രമല്ല, കേസിൽപ്പെട്ട് കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഞാൻ കൊള്ളയും കൊല്ലയും നടത്തിയ മുതൽ കൊണ്ടുവരുന്നോ? ഞാൻ ആരാന്നാ നിങ്ങൾ കരുതിയിരിക്കുന്നേ? കൊച്ചാരാന്നാ? കെട്ടും മട്ടും ഭാവവും കണ്ടാ തോന്നും സത്യാമ്മയുടെ മരുമോളാണെന്ന്. അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ. കൊച്ചു കൊണ്ടുവന്ന ആഭരണങ്ങളെല്ലാം ദേ ഹോൾമാർക്ക് മുദ്രയുണ്ട്. അതും സത്യാമ്മയുടെ ജ്വല്ലറിയിലെ. അത്തരം ആഭരണങ്ങൾ അവരുടെ ജ്വല്ലറി തിരിച്ചു കൊടുത്താൽ ന്യായമായ വില കിട്ടും. പോരാഞ്ഞ് ബ്ലേഡും സ്വർണ്ണപ്പണയും ഒക്കെ ആയിട്ട് വേറെ സ്ഥാപനങ്ങൾ, അവിടെ കൊണ്ടുപോയി പണയം വെച്ചാലും വിറ്റാലും ഉറപ്പുള്ളൊരു വില കിട്ടും. എന്നിട്ടും സ്വർണം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടൊരു കള്ളത്തരമുണ്ട്. ചുരുങ്ങിയ പക്ഷം സത്യാമ്മയുടെ ജ്വല്ലറിക്കാര് അറിയാതെ കച്ചവടം നടത്തേണ്ട ഒരവസ്ഥ. മിക്കവാറും പണമിടപാടുകാരൊന്നും ഇങ്ങനത്തെ സംശയമുള്ള സ്വർണ്ണമൊന്നും എടുക്കുകയല്ല. പക്ഷേ ഞങ്ങൾ അതൊന്നും കാര്യമാക്കാറില്ല. നേരും നെറിയും മാത്രം നോക്കിയാൽ കച്ചവടം ചെയ്യാൻ പറ്റൂല.
അങ്ങനെ റിസ്ക് എടുത്താ കൊച്ചിന്റെ സ്വർണം എടുക്കുന്നത്. വേണ്ടാന്നുണ്ടെ പൊയ്ക്കൂ. വേറെ ഏത് പണമിടപാടുകാരാ ഈ സ്വർണം എടുക്കുന്നതെന്ന് കൂടി എനിക്ക് കാണണം. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. പണത്തിന് കുറച്ച് അത്യാവശ്യമുള്ളതുകൊണ്ടാ. എല്ലാവരും കാശിന് അത്യാവശ്യക്കാർ തന്നെയാ കൊച്ചേ. കാശ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമ കാണിക്കണം. ശരി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ആ ചോദിച്ച 10 ലക്ഷം തികച്ചുണ്ട്. അല്ല, ഇന്നത്തെ സ്വർണ്ണവില 50,800 അല്ലേ? അപ്പോ ഒരു 15-ന് മുകളിൽ വരില്ലേ ഈ സ്വർണം? ദേ കൊച്ചേ, ഞാൻ നേരത്തെ പറഞ്ഞു, കണക്ക് പറയാനാണെങ്കിൽ ഇവിടെ സ്വർണവും വേണ്ട വണ്ടവും വേണ്ട, എടുത്തോണ്ട് പോയിക്കോണം. ആ എന്തു പറയുന്നു? ശരി, 10 എങ്കിൽ 10. ആ എന്നാ എടുത്തോ. ദാ പിടിച്ചോ റെസിപ്റ്റ്. താങ്ക്സ്. സാർ ആള് കൊള്ളാലോ. ഒറ്റയടിക്ക് എത്ര ലക്ഷത്തിന്റെ സ്വർണ്ണം മുക്കിയത്? പിന്നെ ഞാൻ പുണ്യം ചെയ്യാനല്ലേ ഇവിടെ ഇരിക്കുന്നേ. അതെ, ശ്യാമ വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? അതുകൊള്ള, നീ തന്നെയല്ലേ ഉറപ്പ്. നീ പറഞ്ഞ സത്യമാണെങ്കിൽ അവൾ വന്നിരിക്കും. ഞാൻ പറഞ്ഞ സത്യമാണെന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോ പേരും കള്ളികളാ. ശ്യാമയും അവളുടെ ചേച്ചി ശാലിനിയും. ഇല്ലാത്ത ഗർഭവുമായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചതുമായി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് 6 വർഷം പിടിച്ചു നിന്നവളാ ശ്യാമ. ഒരു അനോണിമസ് കോളിന്റെ ഭീഷണിയിലൊന്നും അവൾ പെട്ടെന്ന് പൊട്ടിത്തകർന്ന് വീഴുന്നൊന്നും കരുതാൻ വയ്യ. അവള് നമ്മുടെ വല മുറിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മൾ വെറുതെ വെയിൽ കൊള്ളുന്നത് മിച്ചം. ഞാൻ പോവാ. ആ ദേ, അങ്ങോട്ട് നോക്കടി. ചേച്ചിയുടെ ചാവ് പാഴായില്ലടി. മരണത്തിലൂടെ ആണെങ്കിലും വിദ്യ എന്നെ ജയിപ്പിച്ചടി. മാറി നിൽക്ക പെട്ടെന്ന്. പറയ് ശ്യാമേ. ഞാൻ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗുഡ്. പണമുണ്ടോ കയ്യിൽ? ആ ഉണ്ട്.
അല്ല ഈ പണം ഇപ്പം എന്താ ചെയ്യണ്ടേ? അവിടെ ഒരു വേസ്റ്റ് ബിൻ കാണുന്നില്ലേ? വേസ്റ്റ് ബിന്നോ? ആ ആ ഉണ്ട്. അതിലേക്ക് ഇട്ടേക്ക്. എന്ത്? നീ കൊണ്ടുവന്ന പണം ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇടാൻ. ശരി. ആ ഹലോ, പണം നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ വേസ്റ്റ് ബിന്നിലിട്ടിട്ടുണ്ട്. ഗുഡ്. അല്ല ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനി പൊയ്ക്കോ. ഏ നിന്നോട് പൊയ്ക്കോളാൻ. അല്ല, ഇതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം തീരണം. എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവരുത്. അത് തീരുമാനിക്കേണ്ടത് നീയാ. ഈ വിവരം പുറത്തെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാ? ഇല്ല, ഞാനാരോടും പറയില്ല. എന്നാ നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോ. നമ്മൾ ഇനി ഒരിക്കലും കാണില്ല. ഈ പ്രശ്നം പറഞ്ഞ് നിന്റെ പിന്നാലെ ആരും വരികയില്ല. ശരി. വാ. നീ മൊത്തം വീഡിയോ പകർത്തിയല്ലോ അല്ലേ? ഉണ്ട്. സത്യാമ്മയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും തെളിവ് വേണ്ടേ സുസ്മിതേ? സത്യാമ്മയാണല്ലോ കേസിലെ ജഡ്ജ്. ആ നീ ഇതെടുക്ക്. ആ നീ ഇപ്പൊ കാണിച്ചത്ര ബുദ്ധി നിന്റെ ചേച്ചി കാണിച്ചിരുന്നെങ്കിൽ അവൾക്ക് അവളുടെ ജീവിതം നഷ്ടപ്പെട്ടില്ലായിരുന്നു. കള്ളം കാട്ടിയ ശ്യാമെ കൈയോടെ പിടിക്കുകയും ചെയ്യായിരുന്നു. ദാ നീ ഇത് വെച്ചോ. അയ്യോ, എനിക്കിതൊന്നും വേണ്ട സുസ്മിതേ. ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ. അറിയാം, പക്ഷേ നീ ഇത് വാങ്ങിച്ചേ പറ്റൂ. നിന്റെ ചേച്ചിയുടെ ജീവനോ ജീവിതത്തിനോ എന്തിനു വേണ്ടിയുള്ള പ്രതികാരത്തിനാണെങ്കിലും നിന്നെ എൻ്റെ അടുത്ത് എത്തിച്ചത് ദൈവമാ. പക്ഷെ ശാലിനിയോടും അവളുടെ അനിയത്തിയോടുള്ള പക വീട്ടുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അതിൽ വേറെ ആരും പങ്കുചേരുന്ന എനിക്കിഷ്ടമല്ല. അതാ നിന്നോട് ഞാൻ പറഞ്ഞത് ഈ പണം എടുത്തോളാൻ. സുസ്മിത ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? സുസ്മിതയ്ക്ക് ഇനി എന്താ ചെയ്യാൻ സാധിക്കാത്തത്?
നിർത്തണേ. ശ്യാമേ, കുഞ്ഞേച്ചി